വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. എറ്റേണൽ ലവ് എന്ന ഡ്രാമയുടെ അവസാന എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ടാൻ്റെ ഒപ്പം ഉറങ്ങാൻ കിടന്ന ഷെങ് ഇടയ്ക്കുണർന്നു നോക്കിയപ്പോൾ ടാൻ ഉറക്കത്തിൽ ഷെങ്ങിൻ്റെ പേര് വിളിച്ച് കരയുന്നത് കാണുന്നു. ഞാൻ നിന്നെ മറന്നുപോയെന്ന പേടിയാണോ നിന്നെ ഉറക്കത്തിൽ പോലും കരയിക്കുന്നത്? പൂർവ്വജന്മത്തിലെ നിന്റെ സ്വഭാവവും ഇപ്പോഴത്തെ നിന്റെ സ്വഭാവവും എത്രമാത്രം വ്യത്യസ്തമാണ്. അന്ന് ഞാൻ നിന്നോടുള്ള പ്രണയം കൊണ്ട് മറ്റൊന്നും കാണാൻ കഴിയാത്ത സ്ഥിതിയിലായിരുന്നു. നിനക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായിരുന്നു. ഇന്ന് നീയാണ് അതേ അവസ്ഥയിലുള്ളതെന്ന് തോന്നുന്നു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് നിന്നെക്കുറിച്ചുള്ള ഓർമ്മകളൊന്നും വീണ്ടെടുക്കാൻ കഴിയുന്നില്ലല്ലോ. പ്രധാനപ്പെട്ട എന്തോ എനിക്ക് നഷ്ടമായതുപോലെ തോന്നുകയാണെന്ന് ടാൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ ചിന്തിക്കുന്നുണ്ട്. അന്ന് ഷെങ് ഓർമ്മകൾ വീണ്ടെടുക്കാൻ കഴിവുള്ള മൈൻഡ് ഗ്യാതറിംഗ് പിൽ കഴിക്കാൻ തുടങ്ങുന്നതറിഞ്ഞ് ഈഫങ് അവനെ തടയാൻ ശ്രമിക്കുന്നു. ഈ മരുന്ന് വളരെയധികം ശക്തിയുള്ളതാണെന്ന് നിനക്കറിയില്ലേ? ഇത്ര വലിയ ഒരു അപകടനില കഴിഞ്ഞ് നീ ആരോഗ്യം വീണ്ടെടുക്കുന്നതല്ലേ ഉള്ളൂ. ഈ മരുന്നിൻ്റെ പാർശ്വഫലങ്ങൾ നിന്റെ ജീവൻ വീണ്ടും അപകടത്തിലാക്കാൻ സാധ്യതയുണ്ടെന്ന് ഈഫങ് പറഞ്ഞു നോക്കിയെങ്കിലും എനിക്കതൊക്കെ നന്നായി അറിയാവുന്നതല്ലേ. അറിയിരുന്നുകൊണ്ട് തന്നെയാണ് ഞാനിത് കഴിക്കാൻ തയ്യാറായത്. ടാൻ്റെ ഒപ്പമുണ്ടായിരുന്ന ഈ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവൾക്കൊപ്പമുണ്ടായിരുന്ന പഴയ ദിവസങ്ങൾ അവൾക്ക് എത്രമാത്രം വിലപ്പെട്ടതാണ് എന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. എനിക്ക് ഓർമ്മകൾ വീണ്ടെടുത്തേ പറ്റൂ എന്ന് നിർബന്ധം പിടിച്ച് ഈഫങ് എത്ര പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ഷെങ് മരുന്ന് കഴിച്ചിട്ട് നഷ്ടപ്പെട്ടു പോയ ഓർമ്മകൾ വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നു. ടാനെ ആദ്യമായി കണ്ടതു മുതലുള്ള സംഭവങ്ങൾ ഒട്ടുമുക്കാലും അവന് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഈഫങ് മുന്നറിയിപ്പ് നൽകിയതുപോലെ തന്നെ മരുന്നിൻ്റെ എഫക്റ്റ് താങ്ങാനുള്ള ആരോഗ്യം ഷെങ് ഉണ്ടായിരുന്നില്ല. രക്തം തുപ്പിക്കൊണ്ട് അവൻ തളർന്ന് വീഴാൻ തുടങ്ങിയപ്പോൾ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഈഫങ് തൻ്റെ സ്പിരിച്വൽ എനർജി ഷെങ്ങിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടുന്നു. ഷെങ് അല്പം ഒന്ന് നേരെയായപ്പോൾ മരുന്ന് കഴിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് ചോദിച്ച് ഈഫങ് അവനെ കുറ്റപ്പെടുത്തുന്നു. ഇതുവരെ എൻ്റെ ശരീരം നല്ല രീതിയിൽ ഉണ്ടായിരുന്നെങ്കിലും പ്രധാനപ്പെട്ട എന്തോ മിസ്സായ തോന്നലായിരുന്നു. ആ നഷ്ടപ്പെട്ട ഓർമ്മകൾ യഥാർത്ഥത്തിൽ ടാനർ തന്നെയാണ് എന്ന് ആ വേദനയിലും ഷെങ് ഒരു പുഞ്ചിരിയോടെ പറയുന്നു. താൻ ഉണർന്നപ്പോൾ ഷെങ്ങിനെ അവിടെ കാണാനില്ലാത്തതിനാൽ ഭക്ഷണവുമായി വന്ന സ്ത്രീയോട് അവൻ എവിടെയാണ് എന്നവൾ അന്വേഷിക്കുന്നു. ഷെങ് ഇരിക്കുന്ന സ്ഥലം പറഞ്ഞ് അവൾ ചോദിച്ചതിനനുസരിച്ച് അങ്ങോട്ടേക്കുള്ള വഴിയും അവർ പറഞ്ഞു കൊടുക്കുന്നു. പക്ഷേ വഴി കേട്ടപ്പോൾ അങ്ങോട്ട് തിരഞ്ഞു പോകാതെ ഞാൻ ഇവിടെ തന്നെ കാത്തിരുന്നോളാമെന്ന് പറഞ്ഞ് ടാൻ ഭക്ഷണം കഴിക്കാനിരിക്കുന്നു. അവൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈഫങ് അവിടേക്ക് വന്ന് ഷെങ്ങിൻ്റെ ശരീരം ഇപ്പോൾ ഗുരുതരമായി പരിക്കേറ്റ അവസ്ഥയിലാണ്. ഇത്രനാളും ചെയ്തത് കൊണ്ടൊന്നും ഇനി അവനെ രക്ഷിക്കാൻ കഴിയില്ല. അതിന് നിൻ്റെ ഒരു സഹായം വേണ്ടി വരും എന്ന് അവളോട് പറയുന്നു. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ടാൻ ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ ഷെങ് മുറിയിലേക്ക് വന്നതിനാൽ ഈഫങ് പെട്ടെന്ന് സംഭാഷണം അവസാനിപ്പിക്കുന്നു. ഷെങ്ങിനെ കണ്ട് ടാൻ എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നെങ്കിലും അവൻ അവളെ മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് കയറിപ്പോകുന്നു. അടുത്തേക്ക് വന്ന ഈഫങ്ങിനോട് നിങ്ങളുടെ പഴയ സുഹൃത്ത് നല്ല സ്നേഹവും ദയവുമുള്ള കൂട്ടത്തിലാണെന്ന് പറഞ്ഞിട്ട് ഓരോ ദിവസം കഴിയുന്തോറും എന്നെ നോക്കാനുള്ള മനസ്സ് പോലും കാണിക്കാതെ വരികയാണല്ലോ എന്ന് ടാൻ പരാതി പറഞ്ഞപ്പോൾ അവൻ ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നു. ടാനും പുറകെ ചെല്ലുന്നുണ്ട്. ടാൻ സ്പിരിച്വൽ എനർജി ഉപയോഗിക്കാൻ പഠിച്ചാൽ ഷെങ്ങിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കാൻ കഴിയുമെന്നും അവളുടെ ഉള്ളിലുള്ള സോൾ സപ്രസിംഗ് ഓർബ് വളരെ വലിയ അളവിൽ സ്പിരിച്വൽ എനർജി ഉപയോഗിക്കാൻ അവളെ സഹായിക്കുമെന്നും ഈഫങ് അവളെ അറിയിക്കുന്നു. ഷെങ്ങിനെ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് പഠിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് ടാൻ അറിയിക്കുന്നതിനാൽ സ്പിരിച്വൽ എനർജി ഉപയോഗിക്കേണ്ട വിധം ഈഫങ് അവൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. ഒരു തവണ ചെയ്തു നോക്കിയപ്പോൾ ഇത് പഠിക്കാൻ ഇത്ര എളുപ്പമായിരുന്നു എന്ന് ടാൻ ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങളിവിടെ എന്ത് ചെയ്യുകയാണെന്ന് ചോദിച്ച് ഷെങ് അങ്ങോട്ടേക്ക് വരുന്നു. ഈഫങ് എന്നെ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു തരികയായിരുന്നു ടാൻ പറഞ്ഞപ്പോൾ അവനറിയാവുന്നതെല്ലാം എനിക്കും അറിയാം, ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് ഷെങ് അവളെയും കൂട്ടിക്കൊണ്ട് പോകുന്നു. തനിച്ചായപ്പോൾ ഈഫങ് എന്താണ് പറഞ്ഞതെന്ന് ഷെങ് വീണ്ടും അവളോട് ചോദിക്കുന്നു. അവൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സ്പിരിച്വൽ എനർജി ഉപയോഗിക്കാൻ പഠിപ്പിച്ചു തരികയായിരുന്നു ടാൻ പറഞ്ഞപ്പോൾ അതുകൊണ്ടൊന്നും ഇനി എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല, വേദന കുറയ്ക്കാൻ ചിലപ്പോൾ കഴിഞ്ഞേക്കും, അത്രയേ ഉള്ളൂ എന്ന് ഷെങ് പറയുന്നു. അതായാലും മതി, വേദന കുറയ്ക്കാൻ കഴിയുന്നതും നല്ലതല്ലേ എന്ന് ടാൻ പറയുന്നു. ഷെങ് അവളോട് തോളിൽ നിന്ന് മസാജ് ചെയ്തു തരാൻ പറയുന്നുണ്ട്. ഒരു വശത്ത് മസാജ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ടാനർ മറുവശത്ത് കൂടി ചെയ്തത് എന്നവൻ പറയുന്നു. അവൻ ടാനർ എന്ന് വിളിച്ചത് കേട്ട് ഓർമ്മകൾ തിരിച്ചു കിട്ടിയെന്ന് ടാൻ ആകാംക്ഷയോടെ ചോദിക്കുന്നു. കിട്ടിയെന്ന അർത്ഥത്തിൽ അവൻ തലകുലിക്കപ്പോൾ ടാൻ സന്തോഷത്തോടെ അവനെ കെട്ടിപ്പിടിക്കുന്നു. പക്ഷേ പെട്ടെന്ന് ഷെങ് ചുമയ്ക്കാൻ തുടങ്ങിയത് കണ്ട് ഈഫങ് പഠിപ്പിച്ചതുപോലെ അവൾ സ്പിരിച്വൽ എനർജി അവൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടാൻ ശ്രമിച്ചെങ്കിലും ഷെങ് ഒന്നുകൂടി തളരുന്നു. ടാൻ ആരെങ്കിലും ഓടി വരണേ എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുന്നത് കേട്ട് ഈഫങ് ഓടി വന്ന് തൻ്റെ ശക്തി അവനിലേക്ക് കടത്തിവിടുന്നു. അതോടെ ഷെങ്ങിന് താൽക്കാലിക ആശ്വാസം കിട്ടുന്നുണ്ട്. ഈഫങ് ടാനെ മാറ്റി നിർത്തി 25 വർഷത്തെ ഓർമ്മകൾ തിരിച്ചു കിട്ടാൻ വേണ്ടി മരുന്ന് കഴിച്ചതാണ് ഷെങ് വീണ്ടും ഇങ്ങനെ ആവാൻ കാരണം എന്നറിയിക്കുന്നു. അവൻ തനിക്ക് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് എന്നറിഞ്ഞ് ടാൻ ആകെ വിഷമത്തിലാകുന്നു. അവനെ രക്ഷിക്കാൻ സ്വന്തം ജീവൻ വരെ കളയാൻ തയ്യാറാണ് എന്നവൾ പറഞ്ഞപ്പോൾ ഈഫങ് അവളോട് ഒരു പഴയ കഥ പറയാൻ തുടങ്ങുന്നു. വളരെ ദയാലുവും വൈദ്യശാസ്ത്രത്തിൽ മിടുക്കനുമായ ഒരു ചെറുപ്പക്കാരൻ ഒരിക്കൽ ഗുരുതരമായി പരിക്കേറ്റ് ബോധമില്ലാതെ കിടന്ന ഒരു പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാനിടയായി. ദിവസങ്ങളോളം ബോധമില്ലാതെ കിടന്ന അവളെ അദ്ദേഹം നന്നായി ശുശ്രൂഷിച്ചു. അവൾ വളരെ സുന്ദരിയായിരുന്നതുകൊണ്ട് തന്നെ അദ്ദേഹം അവളെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു. കുറേ ദിവസങ്ങൾക്ക് ശേഷം അവളുടെ പരിക്ക് ഭേദമായി ബോധം വന്നപ്പോൾ അവനോടൊരു വാക്കുപോലും പറയാതെ അവൾ കടന്നു കളഞ്ഞു. ആ ചെറുപ്പക്കാരൻ അവളെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. അവസാനം അവൻ്റെ ശത്രുവംശത്തിൽപ്പെട്ടവളാണ് അവളെന്ന് അവൻ കണ്ടെത്തി. എന്നാലും അവളെ മറക്കാൻ അവൻ തയ്യാറില്ലായിരുന്നു. അവൻ അവളുടെ പുറകെ നടന്ന് പലതവണ തൻ്റെ ഇഷ്ടമറിയിച്ചു. തുടക്കത്തിൽ അവൾ അവനെ മൈൻഡ് ചെയ്തില്ലെങ്കിലും അവസാനം അവർ പ്രണയത്തിലാവുക തന്നെ ചെയ്തു. എക്കാലത്തും ഒരുമിച്ചായിരിക്കാൻ അവർ പരസ്പരം വാക്കുകൊടുത്തു. പക്ഷെ അവൾ ഒരു സാധാരണക്കാരിയായിരുന്നില്ല. പുറമെ പാവം പോലെ തോന്നിച്ചിരുന്ന അവളുടെ ഉള്ളിൽ അധികാരത്തിന് വേണ്ടിയുള്ള അടങ്ങാത്ത ആഗ്രഹമുണ്ടായിരുന്നു. സ്വന്തം വംശത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കാൻ അവൾ നിരവധി ആളുകളെ കൊന്നൊടുക്കാൻ തുടങ്ങി. പക്ഷെ അവളുടെ കയ്യിൽ രക്തം പുരളുന്നത് അവന് കണ്ടു നിൽക്കാനാകുമായിരുന്നില്ല. അവളെ പിന്തിരിപ്പിക്കാൻ അവൻ പല ശ്രമങ്ങളും നടത്തി. ഒരു ദിവസം അവളുടെ പ്ലാനെല്ലാം അവൻ നശിപ്പിച്ചു. ആ ദേഷ്യത്തിൽ അവൾ അവനെ കൊന്നു.
അവൾ വളരെ ക്രൂരയായിരുന്നെന്ന് നിനക്ക് തോന്നില്ല എന്ന് കഥ പറയുന്നതിനിടയിൽ ഈഫങ് ടാനോട് ചോദിക്കുന്നു. അവൾ സ്നേഹിച്ചിരുന്ന ആളെയല്ലേ അവൾക്ക് കൊല്ലേണ്ടി വന്നത്? അവൾ വളരെയധികം വേദനയിലായിരുന്നിരിക്കാം. പിന്നീട് എന്താണ് ഉണ്ടായതെന്ന് ടാൻ ആകാംക്ഷയോടെ ചോദിക്കുന്നു. അധികം വൈകാതെ അവളും മരിച്ചു. ആ ചെറുപ്പക്കാരൻ്റെ ഓർമ്മകൾ അവൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് ഒരു സീലിലാക്കി സൂക്ഷിച്ചു എന്ന് ഈഫങ് പറയുന്നു. അവിടെ എത്തിയപ്പോഴേക്കും അവൻ വളരെ വികാരാധീനനായിരുന്നു. എൻ്റെ ഷെങ്ങിൻ്റെ കാര്യമാണോ നിങ്ങൾ പറയുന്നതെന്ന് ടാൻ ഇടയ്ക്ക് കയറി ചോദിക്കുന്നു. പണ്ട് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അവൻ എൻ്റേത് മാത്രമാണ്, വേറെ ആർക്കും ഞാൻ അവനെ വിട്ടുകൊടുക്കില്ല എന്ന് ടാൻ അസ്വസ്ഥതയോടെ പറഞ്ഞപ്പോൾ അന്ന് ലിയാൻ ഷെങ്ങിനെ കൊന്നത് ക്യൂ ട്രൈബിലെ ലീഡറായിരുന്ന ക്യൂ ഷിയാങ് ടാനാണ്. അവളുടെ മരണശേഷം അവൾ മറ്റൊരു ലോകത്ത് പുനർജനിച്ചു. അവളുടെ ഇപ്പോഴത്തെ പേര് ക്യൂ ഷിയാവോ ടാൻ എന്നാണ് എന്ന് ഈഫങ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. തന്നെക്കുറിച്ചാണ് അത്ര നേരവും പറഞ്ഞതെന്നും താനാണ് ഷെങ്ങിനെ കഴിഞ്ഞ ജന്മത്തിൽ കൊന്നതെന്നും പറഞ്ഞ് ടാൻ സങ്കടത്തോടെ ഷെങ്ങിൻ്റെ അടുത്തേക്ക് പോകുന്നു. സ്വയം ചികിത്സിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ഷെങ് തളർന്നു വീഴാൻ തുടങ്ങിയ സമയത്താണ് ടാൻ അവിടേക്ക് എത്തിയത്. അവൾ അവനെ താങ്ങി പിടിച്ച് കൂടെ ഇരിക്കുന്നു. അവളെല്ലാം അറിഞ്ഞു എന്ന് ഷെങ് ചോദിച്ചപ്പോൾ ടാൻ സമ്മതിക്കുന്നു. മുമ്പ് സംഭവിച്ചത് എന്താണെങ്കിലും ഞാനിപ്പോൾ ഇഷ്ടപ്പെടുന്നത് ഇപ്പോഴത്തെ നിന്നെയാണ്. ഇനി മുതൽ എന്തൊക്കെ സംഭവിച്ചാലും നമ്മളെ ആർക്കും വേർപിടിക്കാനാവില്ല എന്ന് ഷെങ് പറയുന്നു. എന്നാലും എൻ്റെ പൂർവ്വജന്മമാണല്ലോ നിന്നെ കൊന്നത് എന്ന് ടാൻ വിഷമത്തോടെ പറഞ്ഞപ്പോൾ അവളെ കുറ്റം പറയാൻ കഴിയില്ല. അന്ന് ഞങ്ങൾ ഇരുകൂട്ടരും ശത്രുപക്ഷത്തായിരുന്നു. അതുകൊണ്ട് പല കാര്യങ്ങളിലും എന്നോട് കള്ളം പറയുകയല്ലാതെ അവൾക്ക് വേറെ വഴിയുണ്ടായിരുന്നില്ല. എനിക്ക് അവളുടെ ഐഡൻറ്റിറ്റിയിൽ സംശയം തോന്നിയതുകൊണ്ട് ഞാൻ കൂടുതൽ അന്വേഷണം നടത്തി. അപ്പോൾ അത് മറയ്ക്കാൻ വേണ്ടി അവൾക്ക് കൂടുതൽ കള്ളം പറയേണ്ടി വന്നു. തെറ്റിദ്ധാരണകൾ കൂടിക്കൂടി വന്നപ്പോൾ അത് അവസാനം അങ്ങനെ ഒരു നാശത്തിൽ അവസാനിച്ചു. ഞാൻ അവളെ കുറ്റപ്പെടുത്തില്ല. അവളെന്നെ കുറ്റപ്പെടുത്തുമെന്ന് എനിക്കറിയില്ല എന്ന് ഷെങ് പറയുന്നു. അവൾക്കും വളരെയധികം കുറ്റബോധം തോന്നിയിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ടായിരിക്കും ടാനറും ഞാനും കള്ളം പറയുമ്പോൾ പരസ്പരം മാറിയിരുന്നത്. അന്ന് അങ്ങയുടെ മരണശേഷം ഷിയാങ് ടാൻ്റെ മനസ്സിൽ തോന്നിയ കുറ്റബോധം അവളുടെ ഹൃദയത്തിൽ തറഞ്ഞു കിടന്നത് കൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചതെന്ന് ടാൻ പറയുന്നു. ഷെങ്ങിനും അത് ശരിയായിരിക്കുമെന്ന് തോന്നുന്നുണ്ട്. ഈഫങ്ങും പുറത്തുനിന്ന് ആ സംസാരം കേൾക്കുന്നുണ്ടായിരുന്നു. ഷെങ്ങിൻ്റെ തളർച്ച കണ്ടപ്പോൾ ഓർമ്മ തിരിച്ചു കിട്ടാനുള്ള മരുന്നിൻ്റെ ഉപയോഗം അവൻ കൂട്ടിയിട്ടുണ്ട് എന്ന് ഈഫങ്ങിന് മനസ്സിലാകുന്നു. പിന്നീട് ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന കൂട്ടത്തിൽ ഷെങ് അവളോട് ലൈഫ് ആൻഡ് ഡെത്ത് കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞെങ്കിലും ഞാനതിന് സമ്മതിക്കില്ല. അങ്ങ് മരിക്കുകയാണെങ്കിൽ ഞാനും കൂടെ മരിക്കും എന്നവൾ തീർത്തു പറയുന്നു. രണ്ടുപേരും കൂടി അങ്ങനെ ചാരിയിരുന്ന് മയങ്ങിപ്പോകുന്നുണ്ട്. ഇടയ്ക്ക് ലിയൂഷി വിളിക്കുന്നത് പോലെ തോന്നി താൻ ഉണരുന്നതിനാൽ അവൾ എഴുന്നേറ്റ് വാതിൽക്കലേക്ക് ചെല്ലുന്നു. അവിടെ ഷെങ്ങിനെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നാളെ തമ്മിൽ കാണാമെന്ന് പറഞ്ഞ് സമയവും എഴുതിയ ലിയൂഷിയുടെ ഒരു കത്ത് അവൾക്ക് ലഭിക്കുന്നു. അവൾ വേഗം ഈഫങ്ങിനെ ചെന്ന് കണ്ട് എനിക്ക് നല്ല തലവേദന കാരണം ഉറങ്ങാൻ കഴിയുന്നില്ല, ഉറക്കം വരാൻ പറ്റിയ വല്ല മരുന്നും കൈവശമുണ്ടെന്ന് സൂത്രത്തിൽ ചോദിക്കുന്നു. പക്ഷെ കള്ളമാണ് അവൾ പറയുന്നതെന്ന് ഈഫങ്ങിന് ഉടൻ തന്നെ മനസ്സിലാകുന്നുണ്ട്. ശരിക്കുള്ള ആവശ്യം എന്താണെന്ന് തുറന്നു പറയാൻ അവൻ ആവശ്യപ്പെടുന്നു. ലിയൂഷി ഷെങ്ങിനെ രക്ഷിക്കാൻ ഒരു വഴി പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്കങ്ങോട്ട് പോകണമെങ്കിൽ ഷെങ്ങിനെ മയക്കി കിടത്താൻ പറ്റില്ല. അദ്ദേഹം എന്നെ ഓർത്ത് വിഷമിക്കും എന്ന് ടാൻ പറയുന്നു. പക്ഷേ ലിയൂഷിയെ എനിക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞ് ഈഫങ് എതിർക്കുകയാണ് ചെയ്തത്. ഷെങ്ങിനെ രക്ഷിക്കാൻ ഇതല്ലാതെ മറ്റൊരു മാർഗവും മുന്നിലില്ലാത്ത സ്ഥിതിക്ക് എത്ര റിസ്ക് ഉള്ളതാണെങ്കിലും ആ വഴിയിലൂടെ എനിക്ക് പോയേ പറ്റൂ. അവനെ ഈ അവസ്ഥയിൽ കാണാൻ എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് ടാൻ ഈഫങ്ങിന്റെ വായ അടപ്പിക്കുന്നു. ലിയൂഷി പറയുന്നത് ചിലപ്പോൾ സത്യമായിരിക്കാം. എന്തായാലും ഞാൻ പോയി സംസാരിച്ച് നോക്കട്ടെ, ഒന്ന് സഹായിക്കണമെന്ന് ടാൻ വീണ്ടും അപേക്ഷിക്കുന്നു. ഞാൻ സഹായിക്കാം, പക്ഷെ അവനത് കണ്ടുപിടിച്ചാൽ എന്നെ കുറ്റം പറയരുത് എന്ന് പറഞ്ഞ് ഉറങ്ങാനുള്ള മരുന്ന് ഈഫങ് അവൾക്ക് നൽകുന്നു. അന്ന് ഷെങ്ങിന്റെ ഭക്ഷണത്തിൽ അവൾ അത് കലർത്തുന്നുണ്ട്. ഈഫങ്ങും അവർക്കൊപ്പം ഭക്ഷണം കഴിക്കാനിരിക്കുന്നു. രണ്ടുപേരും കൂടി ഉറക്കമരുന്ന് കലർത്തിയ ഭക്ഷണം ഷെങ്ങിനെ കൊണ്ട് കഴിപ്പിക്കുന്നു. അധികം വൈകാതെ അവൻ അവിടെ തന്നെ മയങ്ങി വീഴുന്നുണ്ട്. ഉടനെങ്ങാനും അദ്ദേഹം ഉണർന്നാൽ ഞാൻ കുളിക്കാൻ പോയിരിക്കുകയാണെന്ന് പറഞ്ഞാൽ മതി. പറ്റാവുന്നത്ര സമയം വലിച്ചു നീട്ടാൻ ശ്രമിക്കണമെന്ന് പറഞ്ഞ് ടാൻ ലിയൂഷിയെ കാണാനായി പോകുന്നു. അവൾ കുറേ സമയം കാത്തിരുന്ന ശേഷമാണ് അദ്ദേഹം എത്തിയത്. അദ്ദേഹത്തെ കണ്ടതും അവൾ ആവേശത്തോടെ ഓടിച്ചെന്ന് ഷെങ്ങിനെ രക്ഷിക്കാനുള്ള വഴിയെക്കുറിച്ച് ചോദിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയാകുമെന്ന് എനിക്ക് വളരെ നേരത്തെ തന്നെ അറിയാമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ഓരോ ദിവസം കഴിയുന്തോറും ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അദ്ദേഹത്തെ രക്ഷിക്കാൻ പരീക്ഷിച്ച് നോക്കാവുന്ന ഒരേ ഒരു വഴിയേ ഉള്ളൂ. ഇവിടെ ഭൂമിയും സ്വർഗത്തിൻ്റെയും ഗുണങ്ങൾ ചേർന്ന ഒരു അരുവിയുണ്ട്. ആ അരുവിയിലെ വെള്ളത്തിൽ ശരീരം മുഴുവനായി മുങ്ങിക്കയറാൻ സാധിച്ചാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ വൈദ്യശാസ്ത്രപരമായ കഴിവുകൾ കൂടി ഉപയോഗിച്ച് അദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിഞ്ഞേക്കും എന്ന് ലിയൂഷി പറയുന്നു. ഇത്രയ്ക്ക് സിമ്പിളാണോ? ഒന്ന് കുളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അസുഖം മാറുമോ? ആ വെള്ളം അത്രയ്ക്ക് മഹത്തരമാണോ എന്ന് ടാൻ അത്ഭുതത്തോടെ ചോദിക്കുന്നു. ആ അരുവി 1000 വർഷങ്ങളിൽ കൂടുതൽ പഴക്കമുള്ളതാണ്. സൂര്യചന്ദ്രന്മാരുടെ ശക്തി ഒരുപോലെ അതിൽ അലിഞ്ഞേർന്നിട്ടുള്ളതിനാൽ അപൂർവ ഔഷധ ഗുണം ആ വെള്ളത്തിനുണ്ട്. നമ്മൾ ക്യൂ വംശത്തിൻ്റെ ഹോളി വാട്ടറാണത്. പക്ഷേ അവിടെ ഒരു വലിയ അപകടം ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് ലിയൂഷി പറയുന്നു. എന്താണ് ആ വലിയ അപകടം എന്ന് ടാൻ ആകാംക്ഷയോടെ ചോദിക്കുന്നു. ഈ അരുവിയുള്ള സ്ഥലം സീൽ ചെയ്ത് അതിനുള്ളിൽ ഡീമൺ കിങ്ങിനെ തടവിലാക്കിയിരിക്കുകയാണ്. നിന്റെ പൂർവ്വജന്മമായ സിയാങ് ടാങ് ആണ് അങ്ങനെ ചെയ്തത്. അവനുമായുള്ള യുദ്ധത്തിൽ പരിക്കേറ്റാണ് അന്ന് അവളുടെ ജീവൻ നഷ്ടപ്പെട്ടത്. ഇപ്പോൾ ഡീമൺ കിങ്ങിന്റെ ശക്തി ഒരുപാട് കൂടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവനെ പരാജയപ്പെടുത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. നിന്നെ കൊന്നാൽ മാത്രമേ ആ സീൽ പൊട്ടിച്ച് അവന് പുറത്തു കടക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് മോഡേൺ വേൾഡിലും പിന്നീട് ഡോങ്ങിയുവിലുമെല്ലാം നിന്നെ കൊല്ലാൻ അവൻ്റെ അനുയായികൾ പിന്തുടരുന്നത്. ഈ വിവരം അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഷെങ്ങും അരുവിയുടെ കാര്യം നിന്നോട് പറയാതിരുന്നത് എന്ന് ലിയൂഷി പറയുന്നു. അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഷെങ്ങിനെ താങ്ങി പിടിച്ചുകൊണ്ട് ഈഫങ് അവിടേക്ക് വരുന്നതിനാൽ ടാൻ ലിയൂഷിയുടെ പുറകിൽ ഒളിച്ചെങ്കിലും അദ്ദേഹം വേഗം യാത്ര പറഞ്ഞു പോകുന്നു. തൊട്ടുപുറകെ ഈഫങ്ങും പുറത്തേക്ക് പോയി അദ്ദേഹത്തെ തടയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പരസ്പരം മത്സരിക്കാതെ ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ്. ഷെങ്ങിനെ രക്ഷിക്കാൻ താങ്കൾക്കും ആഗ്രഹമില്ലേ? ഡീമൺ കിങ് അധികം വൈകാതെ സീൽ പൊട്ടിച്ച് പുറത്തു വരും.
അത് തടയാൻ ടാനിന് മാത്രമേ കഴിയൂ. അതിന് നമ്മൾ ഒരുമിച്ച് നിന്നില്ലെങ്കിൽ ഈ മാജിക്കൽ സ്പിരിറ്റ് വേൾഡ് മൊത്തത്തിൽ നശിക്കും എന്ന് ലിയൂഷി പറയുന്നു. ഡീമൺ കിങ്ങിനെ നശിപ്പിക്കാൻ തന്റെ വംശത്തിലുള്ളവരെയും കൂട്ടി സഹായത്തിന് ചെല്ലാമെന്ന് ഈഫങ് ലിയൂഷിക്ക് വാക്ക് നൽകുന്നു. ഷെങ്ങിനെ പറഞ്ഞ് സമ്മതിപ്പിക്കാനായി അവൻ അകത്തേക്ക് ചെന്നപ്പോഴേക്കും ടാൻ അവനെ കൊണ്ട് സമ്മതിപ്പിച്ചിരുന്നു. അങ്ങനെ ഹെവൻ വാട്ടർ പോണ്ടിലേക്ക് ഡീമൺ കിങ്ങിനെ നേരിടാൻ പോകാൻ അവർ തയ്യാറെടുക്കുന്നു. ഈഫങ് സൂക്ഷിച്ചു വെച്ചിരുന്ന ഷെങ്ങിന്റെ പഴയ സ്പൈഡർ കിങ് സോഡ് അവന് തിരികെ നൽകിയിട്ട് ഞാൻ ട്രൈബിലെ മറ്റംഗങ്ങളെയും കൂട്ടി അങ്ങോട്ടേക്ക് എത്താം, നിങ്ങൾ ലിയൂഷിക്കൊപ്പം അവിടേക്ക് പോയിക്കോളാൻ പറയുന്നു. ടാനും ഷെങ്ങും ലിയൂഷിക്കൊപ്പം ക്യൂ വംശത്തിലേക്ക് പോകുന്നു. വർഷങ്ങൾക്ക് ശേഷം തങ്ങളുടെ ട്രൈബ് ലീഡറെ വീണ്ടും കാണാൻ കഴിഞ്ഞതിൽ അവിടെയുള്ളവരെല്ലാം മതിയായ സന്തോഷം അറിയിക്കുന്നുണ്ട്. ടാൻ അവിടെ എത്തിയത് മനസ്സിലാക്കിയ ഡീമൺ കിങ് സീലിന് നേരെയുള്ള ആക്രമണം തുടങ്ങുന്നു. ലിയൂഷി പറഞ്ഞു കൊടുത്തനുസരിച്ച് ക്യൂ വംശത്തിന്റെ സീക്രട്ട് ടെക്നിക്ക് ഉപയോഗിച്ച് ഷെങ്ങും ടാനും സീലിനുള്ളിൽ കടക്കുന്നു. ഷെങ്ങിനോട് അരുവിയിലേക്ക് ഇറങ്ങി കുളിക്കാൻ പറഞ്ഞിട്ട് ടാൻ അവിടെ കാവൽ നിൽക്കുന്നു. പക്ഷേ അവർ അകത്ത് കയറിയത് മനസ്സിലാക്കി ഡീമൺ കിങ് അവിടെ എത്തുന്നു. സീലിനുള്ളിലായതുകൊണ്ട് തന്നെ അയാൾക്ക് അവരെ കാണാൻ കഴിയുമായിരുന്നില്ല. ശബ്ദം കൊണ്ട് തിരിച്ചറിയാനേ കഴിയുമായിരുന്നുള്ളൂ. അയാൾ തൊട്ടുപുറകിൽ എത്തിയപ്പോഴാണ് ടാൻ അയാളെ കണ്ടത്. അവൾ വായ തപ്പിപ്പിടിച്ച് ശബ്ദമുണ്ടാക്കാതെ തൽക്കാലം രക്ഷപ്പെട്ടെങ്കിലും ഷെങ് ആ സമയത്ത് ചുമയ്ക്കുന്നതിനാൽ അയാൾ അവനെ ലക്ഷ്യമാക്കി നീങ്ങുന്നു. ഷെങ്ങിനെ കാണാതിരിക്കാൻ വേണ്ടി ടാൻ അയാളുടെ ഡ്രസ്സിൽ പിടിച്ച് വലിക്കുന്നതിനാൽ അയാൾ അവൾക്ക് നേരെ തിരിഞ്ഞ് ആക്രമിക്കുന്നു. ടാൻ തെറിച്ച് ദൂരേക്ക് വീഴുന്നതിനാൽ ലിയൂഷി അവിടേക്ക് വന്ന് ഡീമൺ കിങ്ങിനെ നേരിട്ടെങ്കിലും അദ്ദേഹവും അയാളുടെ ആക്രമണത്തിൽ തെറിച്ച് വീണ് ഗുരുതരമായി പരിക്കേൽക്കുന്നു. സീൽ എങ്ങനെയാണ് പൊട്ടിക്കേണ്ടതെന്ന് പറഞ്ഞു തരാൻ ഡീമൺ കിങ് ലിയൂഷിനോട് പറഞ്ഞെങ്കിലും അദ്ദേഹം അതിന് തയ്യാറാവുന്നില്ല. അപ്പോഴേക്കും അദ്ദേഹം തളർന്നു വീണ് ബോധം നഷ്ടപ്പെടുന്നു. ഓർബിന്റെ സ്മെല്ല് കിട്ടുന്നതിനാൽ ടാൻ തന്നെയാണ് അകത്ത് വന്നതെന്ന് ഡീമൺ കിങ്ങിന് മനസ്സിലാകുന്നു. ടാന്റെ പതിവ് തന്ത്രമായ സംഭാഷണം കൊണ്ട് ഡീമൺ കിങ്ങിനെ പറ്റിക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. സീൽ പൊട്ടിക്കാനുള്ള ക്യൂ ട്രൈബിന്റെ സീക്രട്ട് ടെക്നിക് ആണെന്ന് പറഞ്ഞ് ഡീമൺ കിങ്ങിന് ചുറ്റും ഒരു വൃത്തം വരച്ചിട്ട് അതിലൂടെ 49 തവണ ഐ ആം എ ബിച്ച് എന്ന രഹസ്യമന്ത്രം പറഞ്ഞുകൊണ്ട് നടന്നാൽ മതി എന്നവൾ അയാളെ പറഞ്ഞു വിശ്വസിപ്പിക്കുന്നു. ഇത്ര ഭീകരനായ ഡീമൺ കിങ് ആ പൊട്ടത്തരം വിശ്വസിച്ച് അതിലൂടെ നടക്കാൻ തുടങ്ങിയത് കണ്ട് ടാൻ ശരിക്കും അമ്പരന്നെങ്കിലും ഒട്ടും സമയം പാഴാക്കാതെ അവൾ ലിയൂഷിയെ എഴുന്നേൽപ്പിച്ചിട്ട് ആ വെള്ളത്തിലേക്ക് തള്ളി എറിയുന്നു. ശബ്ദം കേട്ട് അവൾ തന്നെ കബളിപ്പിച്ചതാണെന്ന് ഡീമൺ കിങ്ങിന് മനസ്സിലാവുന്നതിനാൽ അയാൾ വീണ്ടും അവളെ ആക്രമിക്കാൻ തുടങ്ങിയെങ്കിലും ഇത്ര ദുർബലയായ എന്നെ പോലെ ഒരു സ്ത്രീയെ താങ്കൾ ആക്രമിച്ചു എന്ന് പുറത്തറിഞ്ഞാൽ നാണക്കേടാണ് എന്ന് പറഞ്ഞവൾ തൽക്കാലം തടി തപ്പുന്നു. സമയം നീട്ടിക്കിട്ടാൻ വേണ്ടി താങ്കളുടെ ഈ മാന്ത്രിക വിദ്യകളൊന്നും ഇപ്പോൾ ട്രെൻഡല്ല. ലോകം ഒരുപാട് മാറിക്കഴിഞ്ഞു. ന്യൂക്ലിയർ ബോംബുകളൊക്കെയാണ് ഇപ്പോൾ താരം. ഒരു നിമിഷം കൊണ്ട് ലോകം മുഴുവനായി നശിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് ടാൻ നിർത്താതെ വാചകോടി തുറന്നെങ്കിലും ഇനിയും സമയം വൈകിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് അയാൾ അവളെ ആക്രമിക്കുന്നു. തെറിച്ചു വീണ ടാനിന്റെ വസ്ത്രത്തിനുള്ളിൽ നിന്ന് സോൾ വണ്ടറിങ് ഫ്ലൂട്ട് തെറിച്ച് പുറത്തേക്ക് വീഴുന്നതിനാൽ അവസാന ശ്രമമെന്നോണം ടാൻ എടുത്ത് വായിക്കാൻ തുടങ്ങുന്നു. തൽക്കാലത്തേക്ക് ഡീമൺ കിങ്ങിനെ തടയാൻ അതുകൊണ്ട് കഴിഞ്ഞെങ്കിലും അധികം വൈകാതെ ടാൻ തളരുന്നു. മരിക്കാൻ പോവുകയാണെന്ന് കരുതി അവസാനമായി എനിക്ക് നിന്നെ ഒരിക്കൽ കൂടി കാണാൻ കഴിയുമെന്ന് ടാൻ ഷെങ്ങിനോടെന്നോണം മനസ്സിൽ ചോദിക്കുന്നു. അവളുടെ ചോദ്യം കേട്ടതുപോലെ തന്നെ ആരോഗ്യം വീണ്ടെടുത്ത ഷെങ് ഉടൻ തന്നെ ഡീമൺ കിങ്ങിന് നേരെ തൻ്റെ വാളുമായി ചാടി വീഴുന്നു. അയാളെ തടഞ്ഞു നിർത്തിയിട്ട് അവൻ ടാനിനെ മടിയിലേക്ക് കിടത്തി അവൾക്കൊരു മരുന്ന് നൽകുന്നു. ഷെങ് കൂടെ ഉണ്ടെന്ന് ഡീമൺ കിങ് അപ്പോഴാണ് മനസ്സിലാക്കിയത്. നിന്റെ ആരോഗ്യം തിരിച്ചു കിട്ടിയെങ്കിലും അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല, ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൊല്ലുമെന്ന് അയാൾ പറയുന്നുണ്ട്. അപ്പോഴേക്കും പുറത്ത് കടന്നിരുന്ന ലിയൂഷി പുറത്തെത്തി മറ്റുള്ളവരെ വിവരമറിയിച്ചിട്ട് അകത്തേക്ക് കടക്കാൻ പറയുന്നു. അവർ എത്തുമ്പോൾ ഷെങ്ങും ഡീമൺ കിങ്ങും തമ്മിൽ പോരാട്ടം നടക്കുകയാണ്. അവർ ടാൻ്റെ അടുത്തെത്തി സോൾ വണ്ടറിങ് ഫ്ലൂട്ട് ഉപയോഗിച്ച് മാത്രമേ ഡീമൺ കിങ്ങിനെ തോൽപ്പിക്കാൻ കഴിയുകയുള്ളൂ. ഫ്ലൂട്ടിൻ്റെയും ഓർബിൻ്റെയും ശക്തി ഒരുമിച്ച് ചേരുമ്പോൾ അതിന് ഡീമൺ കിങ്ങിനെ തോൽപ്പിക്കാൻ സാധിക്കുമെന്നറിയിക്കുന്നു. ഫ്ലൂട്ട് കയ്യിലെടുക്കാൻ പോലും കഴിയാത്ത വിധം ഞാൻ തളർന്നിരിക്കുകയാണ് എന്ന് ടാൻ അറിയിച്ചപ്പോൾ എങ്കിൽ ലീഡറെയും കൊണ്ട് ഞങ്ങളിപ്പോൾ പുറത്ത് കടക്കാം. ലീഡർ ജീവനോടെ ഉണ്ടെങ്കിൽ പിന്നീടാണെങ്കിലും ഡീമൺ കിങ്ങിനെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷയുണ്ടെന്ന് അവർ പറയുന്നു. അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. ഷെങ്ങും ഞാനും തമ്മിൽ ഡെത്ത് ആൻഡ് ലൈഫ് കോൺട്രാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നവൾ അറിയിക്കുന്നതിനാൽ അവരെല്ലാവരും കൂടി ഷെങ്ങിനെ സഹായിക്കാനായി ചെല്ലുന്നു. പക്ഷേ അതുകൊണ്ടൊന്നും പ്രയോജനം ഉണ്ടാകുന്നില്ല. ഡീമൺ കിങ്ങിൻ്റെ ആക്രമണത്തിൽ അവരെല്ലാം തെറിച്ചു വീഴുന്നു. ഈ സമയത്ത് ധ്യാനത്തിലിരിക്കുന്ന ടാനിൻ്റെ ചുറ്റും ഒരു പ്രകാശം പരക്കുന്നുണ്ട്. ഡീമൺ കിങ് വീണ്ടും അവളെ ആക്രമിക്കാൻ തയ്യാറെടുത്തപ്പോഴേക്കും അവൾ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പൊങ്ങി ഫ്ലൂട്ട് വായിക്കാൻ തുടങ്ങുന്നു. ഇത്തവണ ഓർബിൻ്റെയും ഫ്ലൂട്ടിൻ്റെയും ശക്തി ഒരുമിച്ച് പ്രവർത്തിച്ച് ഡീമൺ കിങ്ങിനെ തളയ്ക്കുന്നു. ആ സമയത്ത് ഷെങ് തൻ്റെ വാൾ ഉപയോഗിച്ച് അയാളെ ആക്രമിക്കുന്നു. എല്ലാം കൂടി ആയപ്പോൾ ഡീമൺ കിങ് നശിച്ച് അന്തരീക്ഷത്തിൽ അലിഞ്ഞില്ലാതെയാകുന്നു. അതോടെ ഡീമൺ കിങ്ങിൻ്റെ കഥ കഴിഞ്ഞു. താഴേക്ക് ഇറങ്ങി വന്ന ടാൻ്റെ അടുത്തേക്ക് ഷെങ് ഓടിയെത്തപ്പോഴേക്കും ദൂരെ ഒരു പ്രകാശം തെളിഞ്ഞ് ടാനെ അവിടേക്ക് പിടിച്ചു വലിക്കുന്നു. ഷെങ് അവളെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചെങ്കിലും ആ പ്രകാശം ടാനെയും വലിച്ചുകൊണ്ട് പോകുന്നു. ടാനർ എന്ന് വിളിച്ച് ഷെങ് ഉറക്കെ കരയുന്നുണ്ട്. ടാൻ കണ്ണു തുറക്കുമ്പോൾ ഇന്നത്തെ ലോകത്ത് ആ പഴയ കട്ടിലിൽ കിടക്കുകയായിരുന്നു അവൾ. ഞാൻ തിരിച്ചെത്തിയോ? ഇതെല്ലാം വെറും സ്വപ്നമായിരുന്നു. അപ്പോൾ ഷെങ് എവിടെയെന്ന് ചോദിച്ച് അവൾ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നു. പെട്ടെന്നൊരു പ്രകാശം അവളുടെ കണ്ണിലേക്ക് അടിക്കുകയും അവിടെ നിന്ന് മോഡേൺ വേഷം ധരിച്ച ഷെങ് അവിടേക്ക് ഓടി വരികയും ചെയ്യുന്നു. അങ്ങനെ ടാൻ്റെ ലോകത്തേക്ക് നമ്മുടെ ഷെങ് വന്നിരിക്കുകയാണ്. പിന്നീടുള്ളതെല്ലാം നമ്മുടെ ഭാവനയ്ക്ക് വിട്ടുകൊണ്ട് എറ്റേണൽ ലവ് എന്ന ഡ്രാമയുടെ 1ാമത്തെ സീസൺ ഇവിടെ അവസാനിക്കുന്നു. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.